ഹായ് ഹലോ. ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ, എന്നോട് പൈസ കടം ചോദിക്കുന്നതിൻ്റെ. അപ്പം സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്ക് മാത്രമേ അങ്ങനൊരു അനുഭവം ഉള്ളെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഒത്തിരി പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അവർക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ട്. അവർക്കും മെസ്സേജ് അയച്ച് ഇതുപോലെ പൈസ കൊടുക്കാറുണ്ട്. അവരും ഇതുപോലെ കടം കൊടുത്തിട്ട് ഒരു മാസത്തുള്ളിൽ കൊടുക്കാം, 10 ദിവസത്തുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തിരിച്ച് അവർക്ക് ഒരു രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടുമില്ല. അവരുടെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചു, മെസ്സേജ് എടുക്കുന്നില്ല എന്ന്. അപ്പോൾ ഇത് സ്ഥിരം ഫേസ്ബുക്കിലെ തട്ടിപ്പല്ലേ. ഞാൻ ഓർത്തു ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്ക് വന്നതാണ്. അപ്പം അതിന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ ആ വീഡിയോ മൊത്തത്തിൽ കാണാതെ അതിന് മെസ്സേജ് അയച്ചവരുമുണ്ട്. അപ്പോൾ എനിവേ എല്ലാവരും സൂക്ഷിക്കുക. ഇപ്പോഴത്തെ കാലത്ത് ആരെ പറ്റിച്ച് ജീവിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആർക്കും കഷ്ടപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. പോയാലൊരു വാക്കല്ലേ, കിട്ടിയാൽ പൈസയല്ലേ. അപ്പം എന്ത് കള്ളത്തരം പറഞ്ഞാണേലും മറ്റുള്ളവരുടെ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി അവരെന്ത് കള്ളത്തരം വേണേലും പറയും. അപ്പോൾ ഇങ്ങനത്തുള്ള ചതിവിൽ പോയി വീഴാതിരിക്കുക. പിന്നെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ കുടുംബ പ്രശ്നമോ ഒന്നുമേ അല്ല ഞാൻ പറഞ്ഞു. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനത് ഷെയർ ചെയ്തെന്നുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോയ്ക്കും എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.